ഇത്രയും മനോഹരമായിട്ടുള്ള ബാംഗിൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സീക്വൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, സീക്വൻസും സ്റ്റോൺ ചെയിനും. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, സീക്വൻസും എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ സിൽക്ക് ത്രെഡ് നമ്മൾ കുറച്ച് ഈ ഒരു വീതിക്ക് നന്നായി കട്ട് ചെയ്ത് ലെങ്ത് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാംഗിൾ കവർ ചെയ്യുന്നത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് മെസ്സേജൊക്കെ അയച്ചിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കായാലും സിൽക്ക് ത്രെഡ് വെച്ചായാലും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അധികം വീതി, ഈ ഒരു വീതി ഇത്രയും ഒരു തിക്നെസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ നല്ല നീറ്റായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും ബാംഗിൾ. ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ബാംഗിൾ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. അടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബാംഗിൾ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമുക്കൊന്നും ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തിക്നെസ് കൂടുമ്പോൾ നല്ല നമുക്ക് വീതിക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല വിടർത്തിയെടുത്ത് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എഡ്ജിൽ ഏറ്റവും ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നിർത്തുമ്പോൾ ലാസ്റ്റ് വരത്തില്ലേ, ഇതുപോലെ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവസാനത്തെ ചുറ്റ് വരുമ്പോൾ നമുക്ക് നൂല് നീളം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്യുക. കുറവാണെങ്കിൽ കണ്ടില്ലേ, ഏതായാലും അകത്തെ തുമ്പില്ലേ, എഡ്ജിൽ വരുന്ന നൂലെല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഫോൾഡ് ചെയ്യാൻ ആവശ്യം അത്രമാത്രം വെച്ചിട്ട് ബാക്കി നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അത് നന്നായിട്ട് അവിടെ ഫിനിഷായിരുന്നോളും. ഇളകിയൊന്നും വരത്തില്ല. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫാബ്രിക് ഗ്ലൂ ഈ ത്രെഡിൻ്റെ പുറത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താലും നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് കാണാൻ പറ്റും. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വൃത്തിയോടൊന്നും അറിയാൻ പറ്റില്ല. അതിനുശേഷം ഗ്ലൂ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് B7000 അതൊരു ചരിച്ച് ഒരു സ്ലാൻഡിങ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 3 സീക്വൻസ് നിങ്ങൾക്ക് ഏത് കളർ വേണം യൂസ് ചെയ്യാം, അതിനനുസരിച്ചുള്ള ത്രെഡും യൂസ് ചെയ്താൽ മാത്രം മതി. ഞാൻ 3 ഇങ്ങനെ ചരിച്ച് ഒരു സ്ലാൻഡിങ് ആയിട്ട് 2 ലെയർ കൊടുക്കുകയാണ്. ആദ്യം ഒരു ലെയർ വെച്ചു, ഇനി അടുത്തത്. ഇത് കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഡയറക്റ്റ് കാണാനായിട്ട്. ഗ്ലൂ ആവശ്യമാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തന്നെ പോകണം. കാരണം ഇത് ഗ്ലൂ നമുക്ക് സീക്വൻസ് ഒന്ന് എടുത്ത് വെക്കാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ്. അതിനുശേഷം അടുത്ത ലെയർ നന്നായിട്ട് നമ്മളിങ്ങനെ എടുത്തെടുത്ത് വെക്കുക. 3 വെച്ചാൽ ഞാൻ വെച്ച് പോകുന്നത്. അതിനുശേഷം സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിക്കുക. സ്റ്റോൺ ചെയിൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഓരോ ലെയർ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് പോകുന്നതാണ്. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു, സ്റ്റോൺ ചെയിൻ വെക്കുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് 2 ലെയർ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇത് നിങ്ങൾക്ക്, ഞാനിപ്പോൾ സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിന് മാച്ചിങ്ങിന് വേറെ കളേഴ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒത്തിരി വീതിയുള്ളതല്ല എടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റോൺ ചെയിൻ അടുത്തത് വയ്ക്കുന്നു. ഒന്ന് ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ട് ചേർത്ത് തന്നെ ചെയ്തു പോകാൻ ശ്രമിക്കുക. വീണ്ടും ആ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് സ്റ്റോൺ ചെയിൻ കൊടുത്തു, ഇനി അടുത്ത് സീക്വൻസ്, സ്റ്റോൺ ചെയിൻ, സീക്വൻസ്, സ്റ്റോൺ ചെയിൻ. നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തു പോവുക. വീണ്ടും 3 സീക്വൻസ് വയ്ക്കുന്നു. വീണ്ടും അടുത്ത ലെയറിൽ 3 സീക്വൻസ് കൊടുക്കുക. സീക്വൻസ് എടുത്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ ഹാൻഡ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് അവിടെ ഫിക്സ് ആയിരുന്നോളും. കണ്ടോ, ഇത് തന്നെ ഇങ്ങനെ ചെയ്ത് പോകണം കേട്ടോ. നമുക്ക് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ശരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുക. ആ ചെയ്യുന്ന ഒരു സമയമേ ഉള്ളൂ, അല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ സീക്വൻസ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം, 3 അല്ലാതെ ഒത്തിരി സമയം അങ്ങനെ എടുക്കില്ല, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്റ്റോൺ ചെയിൻ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എത്രയും നോക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലെയറും കഴിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റോൺ ചെയിൻ അവിടെ പേസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇടയ്ക്ക് നമ്മളതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റോൺ ചെയിൻ്റെ എല്ലാം ഒരുപോലെയാണോ എന്നൊക്കെ നോക്കിയിട്ട്, എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക.
ഇനി വീണ്ടും അടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റോൺ ചെയിൻ, അങ്ങനെ സീക്വൻസ് അങ്ങനെ ഇത് ചെയ്യുക. ലാസ്റ്റ് ഇതാ സീക്വൻസ് കൊടുക്കുന്നു. പിന്നെ ഞാനിത് ലാസ്റ്റ് കാണിക്കാൻ കാരണം ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 ലെയർ സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് 2 ലെയർ സ്റ്റോൺ ചെയിൻ, ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ലെയർ സ്റ്റോൺ ചെയിൻ കൊടുത്തിട്ട് അടുത്ത് വരുന്നത് കുറച്ച് ഗ്യാപ്പ് ആണെങ്കിൽ അവിടെ 1 ലെയർ സീക്വൻസ് കൊടുത്ത് നിർത്തുക. നമ്മൾ സ്പേസ് ഇല്ലാത്തടത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇളകി വരും. കണ്ടോ, ഇവിടെ വളരെ സ്പേസ് കുറവാണ്. ഇനി ഈ സീക്വൻസ് വെച്ചതിന് ശേഷം ഞാൻ സ്റ്റോൺ ചെയിൻ കൊടുക്കുകയാണ്. സ്റ്റോൺ ചെയിൻ 2 ലെയർ കൊടുത്ത് കഴിയുമ്പോൾ അവിടെ വളരെ കുറച്ച് സ്പേസേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അവിടെ 2 ലെയർ സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നു. സ്റ്റോൺ ചെയിൻ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വളരെ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് 1 ലെയർ സ്റ്റോൺ ചെയിൻ വയ്ക്കുക, ഒരു ലെയർ സീക്വൻസ് കൊടുക്കുക. വേണ്ട, അവിടെ 2 ലെയർ സീക്വൻസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു ലെയർ കൊടുത്തു കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ അത് മാത്രം ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. കണ്ടോ, അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ പല കളറിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ